സജീവ് ഒന്ന് തുടരുക. സജീവ് എസ് ലല്ലു കൂടി നമുക്കൊപ്പമുണ്ട്. ലല്ലു, ഈ മുമ്പൊരു ഘട്ടത്തിൽ പത്മഭൂഷൺ ബഹുമതി ലഭിക്കുമ്പോൾ ജാനകി അത് നിരസിക്കുന്നുണ്ട്. ഭാരതരത്നയാണെങ്കിൽ താൻ സ്വീകരിക്കാം, ആ രീതിയിൽ ഭാരതരത്ന അവർ ആഗ്രഹിച്ച് ആവശ്യപ്പെടുന്നതല്ല, മറിച്ച് ദക്ഷിണേന്ത്യയോട് ഒരു അവഗണന കലാകാരന്മാരോട് സർക്കാരുകൾ നടത്തുന്നു എന്നതാണ് ആ പ്രതിഷേധത്തിലൂടെ അവർ ലക്ഷ്യമിട്ടത് എന്നാണ് അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. യഥാർത്ഥത്തിൽ ആ രീതിയിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ടോ എസ് ജാനകി? എന്ന വിശേഷണം തന്നെ ജാനകിയെ സംബന്ധിച്ച് നമ്മൾ ഒരർത്ഥത്തിൽ അവരങ്ങനെ തെന്നിന്ത്യയുടെ വാനമ്പാടി നമുക്ക് തെന്നിന്ത്യയുടെ സ്വന്തമാക്കി ഒതുക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സഹിతం ആലോചിച്ച് നോക്കണം, അതായത് 10-17ഓളം ഭാഷകളിൽ 48,000 പാട്ട്. 48,000 പാട്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1,00,000 പാട്ട് ഈ 8 പതിറ്റാണ്ട് 9 പതിറ്റാണ്ട് കൊണ്ട് ഇവർ പാടി. അതിനകത്ത് ജാനകി റിട്ടയർ ചെയ്തിട്ട് തന്നെ ഏതാണ്ട് 7 വർഷം കഴിഞ്ഞു. അപ്പൊ ഒരു 60-70 വർഷങ്ങൾ കൊണ്ടാണ് ഇത്രയും പാട്ടുകൾ, ഏതാണ്ട് 1,00,000 പാട്ടുകൾ ഒരു ഗായിക പാടി വരുന്നത്. മനുഷ്യ സാധ്യമായ ഒന്നാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇനി വരുന്ന ഒരു ഗായികയ്ക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു നേട്ടമാണ്. സജീവത്തിൽ പറഞ്ഞു നിർത്തിയെടുത്ത് വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ ഒക്കെ പാടി, അത് നമുക്ക് ഭാഷാഭേദമില്ലാതെ മലയാളികൾ എപ്പോഴെങ്കിലും ഈ തളിർത്ത ജിനാക്കുള്ള അല്ലെങ്കിൽ സൂര്യകാന്തി പോലുള്ള ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞാനെങ്കിൽ മലയാളി അല്ല എന്നൊരു തോന്നൽ പോലും നമുക്ക് ഉണ്ടാക്കിയതാണ്. അവരെ ഈ മലയാളത്തെ തന്റെ ജീവിതത്തിലേക്ക്, തന്റെ ഭാഷയിലേക്ക്, തന്റെ സംഗീതത്തിലേക്ക് സ്വാംശീകരിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. ഏതാണ്ട് 1,200ഓളം പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴിൽ എന്തെല്ലാം തരത്തിലുള്ള പാട്ടുകൾ, ഏതെല്ലാം തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ തമിഴിൽ പാടിയിരിക്കുന്നു. 2 ഭാഷയിലുമായി ഏതാണ്ട് 10-18 സംസ്ഥാന അവാർഡ്, മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡുകൾ, ഏതാണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ 7 പതിറ്റാണ്ട് മുമ്പ് നിന്ന ഒരു സംഗീത സബരിയുടെ പേരാണ് എസ് ജാനകി. ആ എസ് ജാനകിയെ 2023 മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗായിക ഉണ്ട് എന്ന തിരിച്ചറിവ് ഈ പത്മഭൂഷൺ പോലുള്ള അവാർഡുകൾ നൽകുന്ന അധികാരികൾക്ക് ഉണ്ടായെങ്കിൽ അത് വേണ്ട, അത് എനിക്ക് ആവശ്യമില്ല. ഇത് വളരെ നേരത്തെ നമ്മൾ ആലോചിക്കുമ്പോൾ ചെയ്യണം. എത്രയോ മുമ്പ് എസ് ജാനകിയെ തേടിയെത്തേണ്ട ഒരു അംഗീകാരമാണ് പത്മഭൂഷൺ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ മനസ്സിലാവും. ആ എസ് ജാനകിയെ തേടി 2023 പത്മഭൂഷൺ എത്തിയപ്പോൾ എനിക്കിത് വേണ്ട എന്ന് തല ഉയർത്തുമെന്ന് അത് നിരസിക്കാൻ അവരെടുത്തൊരു നിലപാട്, അത് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന, ജാനകിയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ആ നിലപാടിനൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സൈത്ത് പറഞ്ഞ പോലെ ഈ ഭാരതരത്നം, നമ്മൾ ഈ ഭാരതരത്നം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ജാനകിയമ്മയുടെ സംഗീത ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അവരുടെ ഒരു സഭയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭാരതരത്നമൊക്കെ എന്നോ കൊടുത്ത് ആദരിക്കേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു ജാനകിയമ്മ എന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായും ജാനകിയമ്മയുടെ ആ വാക്കുകൾ, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയും പ്രത്യേകിച്ച് സംഗീത രംഗത്ത് നമുക്കറിയാം, ലതാ മങ്കേഷ്കറും ആശാ ഭോസ്ലെയും പോലുള്ള ഈ വലിയ ഗായകർ, എത്രയോ ഉന്നതി നിൽക്കുന്ന ഗായകർ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ അറിയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഈ 10-20 ഭാഷയിൽ പാടി 1,00,000-ഓളം ഗാനങ്ങൾ പാടി വെച്ച് അസാധാരണമായ ശബ്ദത്തിനുടമയായ, ആർക്കും അനുകരിക്കാൻ കഴിയാത്ത ശബ്ദത്തിനുടമയായ, ജീവിതം തന്നെ, സംഗീതം തന്നെ ജീവിതമാക്കിയ എസ് ജാനകിയെ നമ്മളിപ്പോഴും തെന്നിന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒരു ഔചിത്യക്കുറവ് അവിടെ ഉണ്ട്. തീർച്ചയായും ജാനകിയമ്മ അന്നെടുത്ത ആ നിലപാട് അത് ശരിയായിരുന്നു എന്ന് അവരുടെ സംഗീത ജീവിതം, അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അതാണ് സാഹചര്യം. എന്തായാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.